കാർഷിക വാർത്തകൾ. സബ്സിഡി വളം ലഭിക്കാൻ പുതിയ മൊബൈൽ ആപ്പ് നിർബന്ധമാക്കിയതോടെ കർഷകർ ആശങ്കയിൽ. വളം വാങ്ങാനുള്ള പുതിയ ഓൺലൈൻ സംവിധാനം നിരവധി കർഷകർക്ക് തിരിച്ചടിയാകുന്നു. സബ്സിഡിയുള്ള വളങ്ങൾ വാങ്ങാൻ ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ അഥവാ FFS ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധനയാണ് കർഷകരെ വലയ്ക്കുന്നത്. ആപ്പ് പ്രവർത്തിക്കാൻ പുതിയ വെർഷനുള്ള സ്മാർട്ട് ഫോൺ വേണമെന്നതിനാൽ പലരും പുതിയ ഫോൺ വാങ്ങേണ്ട അവസ്ഥയിലാണ്. സ്മാർട്ട് ഫോൺ ഉണ്ടായാലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനുമായി അക്ഷയ കേന്ദ്രങ്ങളെയും കൃഷിഭവനുകളെയും ആശ്രയിക്കുകയാണ് കർഷകർ. രജിസ്ട്രേഷൻ പൂർത്തിയായാൽ ലഭിക്കുന്ന QR കോഡ് വളക്കടയിലെ POS മെഷീനിൽ സ്കാൻ ചെയ്താലേ യൂറിയ, പൊട്ടാഷ്, DAP അടങ്ങിയ സബ്സിഡി വളങ്ങൾ ലഭിക്കൂ. ഈ QR കോഡിന് കാലാവധി 2 ദിവസം മാത്രമാണ്. ഇതിനൊപ്പം അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്ത ഫാർമർ ID നിർബന്ധമാണ്. മൊബൈൽ ആപ്പിന് പകരം വെബ്സൈറ്റ് വഴിയും രജിസ്ട്രേഷൻ അനുവദിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ സുഗന്ധവിള കർഷകർക്ക് ജാഗ്രതാ നിർദ്ദേശം. രോഗകീടബാധയ്ക്ക് സാധ്യതയെന്ന് വിദഗ്ധർ. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ സുഗന്ധവിളകളിൽ രോഗകീടബാധ വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കാർഷിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. കുരുമുളക്, ഏലം, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ വിളകളിലാണ് കൂടുതൽ ജാഗ്രത വേണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. തോട്ടങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കി കൃത്യമായ നീർവാർച്ച ഉറപ്പാക്കണമെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ വൈകാതെ തന്നെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഫംഗസ് രോഗങ്ങൾ, വേരുചീയൽ, തണ്ടുചീയൽ തുടങ്ങിയവ മഴക്കാലത്ത് വേഗത്തിൽ പടരാൻ സാധ്യതയുള്ളതിനാൽ കൃഷിയിടങ്ങൾ പതിവായി നിരീക്ഷിക്കണം. കാർഷിക വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമുള്ള രോഗനിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ വിളനാശം വലിയ തോതിൽ കുറയ്ക്കാനാകുമെന്നും വിദഗ്ധർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉള്ളിവില പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോഴും ബഫർ സ്റ്റോക്കിനായുള്ള സംഭരണത്തിൽ കുറവ്. വില കൂട്ടിയിട്ടും കർഷകർ ഉള്ളി കൈമാറാൻ തയ്യാറാകാത്തത് സർക്കാരിന് വെല്ലുവിളിയാകുകയാണ്. രാജ്യത്ത് ഉള്ളിവില സ്ഥിരതയോടെ നിലനിർത്താൻ ലക്ഷ്യമിട്ട് സർക്കാർ 2 ലക്ഷം ടൺ ബഫർ സ്റ്റോക്ക് രൂപീകരിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. എന്നാൽ ഇതുവരെ ലക്ഷ്യത്തിന്റെ 5% താഴെ മാത്രമാണ് സംഭരണം നടന്നത്. കർഷകരെ കൂടുതൽ ആകർഷിക്കാൻ സർക്കാർ ബഫർ സ്റ്റോക്കിനുള്ള സംഭരണ വില അടുത്തിടെ 13% വർദ്ധിപ്പിച്ച് ക്വിന്റലിന് 2125 രൂപയാക്കിയിരുന്നു. എന്നിട്ടും തുറന്ന വിപണിയിൽ മികച്ച വില ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പല കർഷകരും ഉള്ളി വിൽക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് വിലയിരുത്തൽ. ഇതോടെ വരും മാസങ്ങളിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ആവശ്യമായ ബഫർ സ്റ്റോക്ക് സമയബന്ധിതമായി സജ്ജമാക്കാൻ കഴിയുമോ എന്ന ആശങ്കയും ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.